അറ്റകുറ്റപ്പണിക്കായി നമ്മുടെ നവകേരള ബസ് ബാംഗ്ലൂരിലേക്ക് മാറ്റിയെന്ന വാർത്ത ബസ് കട്ടപ്പുറത്തായത് വിവാദമായതോടെയാണ് ബാംഗ്ലൂരിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ഒരു മാസമായി കോഴിക്കോട്ടെ റീജിയണൽ വർക്ക്ഷോപ്പിലായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. ഇപ്പം കർണാടകത്തിലേക്ക് കൊണ്ടുപോയി. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു നമ്മുടെ നവകേരള ബസ്സിൻ്റെ കാര്യത്തിൻ്റെ വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് രാഹുൽ സുരേഷ്, പറയൂ, ബസ് ഓടിപ്പോയോ? SKN കോടികൾ ചിലവിട്ട് വാങ്ങിയ നവകേരള ബസ് ഏറ്റവും ഒടുവിൽ കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ബസ് ഗതാഗത വകുപ്പിന് ഒരു തലവേദനയായി മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള യാത്രയ്ക്ക് ശേഷം ഈ ബസ് പല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതെല്ലാം പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് ഗരുഡ പ്രീമിയം സർവീസായി കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഈ ബസ് സർവീസ് നടത്തിയത്. പക്ഷെ അതും നഷ്ടമായതോടെ കഴിഞ്ഞ ഒരു മാസമായി ബസ് കട്ടപ്പുറത്തായി. ഇത് വിവാദമായതോടെയാണ് കോഴിക്കോട് നിന്നും അത് ബംഗളൂരുവിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ബസ്സിൽ ശൗചാലയം ഉണ്ടായിരുന്നു. അത് മാറ്റിയ ശേഷം അവിടെ സീറ്റുകൾ ഘടിപ്പിക്കാനാണ് ഇപ്പോൾ ഈ ബസ് നിർമ്മിച്ച പ്രകാശ് ബോഡി ബിൽഡേഴ്സിലേക്ക് ഈ ബസ് മാറ്റിയതെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ബസ്സുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പിന് വലിയ താല്പര്യമില്ല, ഈ ബസ് സർവീസ് നടത്തേണ്ടതില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വിവാദമായ സാഹചര്യത്തിൽ ബസ് സർവീസ് നടത്താതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രം നഷ്ടം സഹിച്ചും മുന്നോട്ട് സർവീസ് നടത്താനാണ് നിലവിലെ തീരുമാനം. എന്താണെങ്കിലും ബസ് നിലവിൽ ബംഗളൂരിലാണ് ഉള്ളത്. ഈ നടപടിക്രമങ്ങൾ പ്രവർത്തികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ബംഗളൂരു കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു.